ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പാല് മേടിക്കാൻ വേണ്ടി കടയിലോട്ട് പോവാം കേട്ടോ. രാവിലെ തന്നെ തുണിയെല്ലാം അങ്ങ് വിരിച്ചാട്ടാ. ആദ്യം തന്നെ കുഞ്ഞിനുള്ള റാഗി അങ്ങ് ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു എപ്പോഴും എഴുന്നേൽക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ, അപ്പോൾ ആക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ്. ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്. ഇന്നലെ നമുക്ക് മത്തി കിട്ടിയായിരുന്നു, ചെറിയ മത്തി. അപ്പോൾ അത് ഞാൻ ഇന്നലെ കറി വെച്ചു, മുളക് കറി വെച്ചു. ഇതാ വരുന്നു പോന്നു. ഇനി തേങ്ങ അരച്ച കറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഉപ്പുമാവെല്ലാം ഞാനെടുത്ത് കുക്കേഴ്സിലിട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടച്ച് വെക്കാം, അപ്പം നല്ല ചൂടോടെ ഇരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ചായയും ഉപ്പുമാവും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞാൻ ചായയൊക്കെ എടുത്ത് അച്ഛനെ വിളിക്കാനായിട്ട് പോയി. അങ്ങനെ അച്ഛൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഞ്ചസാരയൊക്കെ മിക്സാക്കി കഴിക്കാൻ. അച്ഛനാണെങ്കിൽ ഇപ്പോൾ പുട്ടായാലോ അല്ലെങ്കിൽ ഉപ്പുമാവോ ഒക്കെ ഉണ്ടാകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ അച്ഛനൊരു സൈഡ് ഡിഷായിട്ട് ഇതേപോലെ മിച്ചറോ ചിപ്സോ ഇങ്ങനെയുള്ള പക്കാവട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് മിക്സ് ചെയ്ത് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ. അപ്പം ആ ഒരു രീതിയിൽ ഞാനും ചെയ്തു. നൈസ് ടേസ്റ്റായിരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചെറിയ മത്തി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ തണുപ്പെല്ലാം മാറിയതിന് ശേഷം ഞാൻ വെട്ടാനായിട്ട് പോയി. അപ്പം കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ വെട്ടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ സെബിന ചേച്ചൻ ഉള്ളത് കൊണ്ട് പിന്നെ കുഞ്ഞുവിനെ നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്നെല്ലാം ചെയ്യാനും പറ്റും. അങ്ങനെ പിന്നെ കുറച്ച് മീനേ എടുത്തുള്ളൂ. ബാക്കി മീൻ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ബാക്കി മീൻ ഞാൻ ഫ്രിഡ്ജിൽ അടച്ചങ്ങ് വെച്ചു. പിന്നെ അരിയൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. മീനെല്ലാം വെട്ടിക്കഴിഞ്ഞു. ശേഷം ഞാനാണെങ്കിൽ തേങ്ങ തിരുമുമായിരുന്നു. നമ്മൾ തേങ്ങ അരച്ച മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ തേങ്ങ ഒക്കെ തിരുമി ജാറിലൊക്കെ ഇട്ടു. അതേപോലെ അതിൻ്റെ പൊടിക്കൈകളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ഇട്ടോ. എന്നിട്ട് ഇച്ചിരി ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് നല്ലതായിട്ട് അരച്ചങ്ങ് എടുത്തു. നല്ല പേസ്റ്റ് രൂപേണ അരച്ചെടുത്തു. പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതെല്ലാം എടുത്തൊന്ന് അരിഞ്ഞ് ആ ചട്ടിയിലോട്ടൊക്കെ ഇട്ട് ആ അരപ്പും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ പിഴിപുളി ഉണ്ടല്ലോ അതും ഉപയോഗിക്കാം. ഞാനിവിടെ വടക്കംപുളിയാണ് ഉപയോഗിക്കുന്നത്. നാട്ടിൽ നിന്ന് വന്നപ്പം അമ്മ കുറേ പുളിയൊക്കെ തന്നു വിട്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം ഇട്ട് മിക്സാക്കി അടുപ്പത്തോട്ട് വെക്കുന്നു തന്നെ കാര്യം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് മുളക് കറിയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ നമ്മൾ എന്നും മുളക് കറി വെച്ച് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കിയെന്ന് ഉള്ള കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞുവിനും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണമല്ലോ. അപ്പം അവളുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ തോരൻ, അവിയൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. അപ്പം അവൾക്ക് ബീട്രൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പച്ചക്കറി കടയിലൊക്കെ പോയി ബീട്രൂട്ടും പിന്നെ വേറെ തോരന് വേണ്ടിയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു. അങ്ങനെ ബീട്രൂട്ട് തോരൻ വെക്കാന്ന് വെച്ചിട്ട് മറ്റേ ചോപ്പറിനകത്ത് വെച്ചിട്ടാണ് ബീട്രൂട്ട് ഫുൾ അരിഞ്ഞത്. അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളും നടന്നു. അങ്ങനെ തോരനും മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ റെഡിയാകുന്ന ടൈം ഈ പാത്രങ്ങളും എല്ലാം കഴുകി സെറ്റാക്കി ശേഷം നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുവിന് കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ കഴിക്കാൻ. കല്ലുമ്മക്കായ അച്ചാറ് നൈസ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ടിന്ന് കാലിയായെന്ന് തന്നെ പറയാം. പിന്നെ ടിന്ന് വടിച്ചൊക്കെയാണ് ഞങ്ങൾ ചോറിൻ്റെ കൂടെ എടുത്തത്. ശേഷം പിന്നെ നമ്മൾ നാരങ്ങച്ചാറുണ്ടല്ലോ, അപ്പോൾ അതും എടുത്തു. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ 2 സ്പൂണിൽ കയറി. അങ്ങനെ ഓരോന്ന് വീതം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. പിന്നെ നമ്മളെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞുവിന് ചോറ് കൊടുത്തായിരുന്നല്ലോ, അപ്പോൾ അവളുടെ ആ സെയിം പ്ലേറ്റിൽ തന്നെയാണ് ഞാനും കഴിക്കുന്നത്. കാരണം അതിനകത്ത് തോരൻ്റെ അംശമൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഞെവിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് സെപ്പറേറ്റ് തോരനോ ഒന്നും എടുത്തില്ല. ശേഷം ചോറെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് തീർത്തിട്ട് ഒരു 4 മണി ടൈമൊക്കെ ആയപ്പം ഓം കളക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ അടുത്തൊരു തുണിക്കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുഞ്ഞുവിന് കുറച്ച് തുണി മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിക്കാനായിട്ട് പോയി. ഇഷ്ടപ്പെട്ട തുണികളൊക്കെ ഞങ്ങൾ ചൂസ് ചെയ്തു. അങ്ങനെ അതെല്ലാം മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അച്ഛൻ വണ്ടി എടുക്കാൻ വേണ്ടി പാർക്കിംഗ് ഏരിയയിലോട്ട് പോകുമായിരുന്നു. നമ്മൾ ബൈക്കിലാണ് പോയത്. അപ്പോൾ എനിക്ക് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞാവെ എടുത്തത് കൊണ്ട് എനിക്ക് പറ്റിയില്ല വീഡിയോ എടുക്കാൻ. എൻ്റെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.